യു. ഓന്റെ വായിലി ആവുക, ഓളെ വായിലി ആവുക, അങ്ങനെ ആരും ചിന്തിക്കണ്ട. നമ്മൾ എന്തായാലും മതി, നമ്മളായാൽ മതി. ഒരു ബേർഡ് ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുമ്പോ ആ ബേർഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് ഒരിക്കലും ആ മരത്തിന്റെ ചില്ലയെ അല്ല, മറിച്ച് ആ പക്ഷിയുടെ തന്നെ ചിറകുകളെയാണ്. കൊമ്പൊടിഞ്ഞാലും എനിക്ക് പറക്കാനാവും എന്ന കോൺഫിഡൻസ് ആണ് ഏത് ഉന്നതിയിലും എത്തുവാനുള്ള ധൈര്യം ആർക്ക് നൽകുന്നത്? ഒരു ബേർഡ് നൽകുന്നത്. ബി യു ആൻഡ് ബിലീവ് ഇൻ യുവർസെൽഫ്. ഓക്കേ, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. നേരത്തെ സാർ സൂചിപ്പിക്കുകയായി, മൈ പേഴ്സണാലിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞേ. എന്റെ വ്യക്തിത്വത്തെ മൗൾഡ് ചെയ്യേണ്ടത് ഞാനാണ്. മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ വാല്യൂ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ഹാപ്പിനെസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഉമ്മച്ചി ചീത്താറാവില്ല, അന്നത്തെ ദിവസം പോക്കാം. ഉമ്മച്ചി പറഞ്ഞു, ഉമ്മച്ചിക്ക് ഉമ്മച്ചിന്റെ ഒരു കാരണം കാണും. പക്ഷെ ആരെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട് ഒന്ന് മുഖം നിറപ്പിച്ചു, അല്ലെങ്കിൽ ഓനോടൊന്ന് നോക്കിയില്ല, മിണ്ടിയില്ല, അല്ലെങ്കിൽ ടീച്ചർ എന്തോ ഒന്ന് പറഞ്ഞു തെറ്റിദ്ധാരണ, അതോടുകൂടി നമ്മൾ ഡൗൺ ആവണ്ട. മൈ ഹാപ്പിനെസ് ഈസ് നോട്ട് their responsibility, മറിച്ച് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ടൈം ഈസ് മൈ ഓപ്പോസിബിലിറ്റി. അതേ വിശദീകരിക്കാൻ കൈമാറിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ.